സഭയുടെ ആത്മീയ വളർച്ച. ഏകദാസ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെ ആത്മീയ വളർച്ചയെ എഫേസ്യ ലേഖനം 4 അധ്യായം 7 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ വിശദമാക്കുന്നത്. സഭയുടെ ആത്മീയ നൽവരങ്ങളെക്കുറിച്ച് റോമർ 12:3 മുതൽ 8 വരെയും 1 കൊരിന്ത്യർ 12:1 മുതൽ 31 വരെയുമുള്ള ഭാഗങ്ങളിൽ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി 3 പ്രത്യേകതകൾ ഇവിടെ കാണുന്നുണ്ട്. 1. കൊരിന്ത്യ ലേഖനത്തിൽ ആത്മീയ നൽവരങ്ങൾ വ്യക്തികൾക്ക് ലഭിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ സഭയിലെ ശുശ്രൂഷയ്ക്കായി സഭയ്ക്ക് ലഭിക്കുന്ന നൽവരങ്ങളായിട്ടാണ് അവയെ തിരിച്ചറിയുന്നത്. 2. റോമാലേഖനത്തിൽ ദൈവവും കൊരിന്ത്യ ലേഖനത്തിൽ ആത്മാവുമാണ് ദാനങ്ങൾ നൽകുന്നുവെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്നു എന്നതിലൂടെ തൃത്വത്തിൻ്റെ പ്രവർത്തനം സഭയിൽ എപ്രകാരമാണ് വ്യാപിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. 3. ഒരേ ആത്മാവ് വ്യാപരിക്കുന്ന വിവിധ അംഗങ്ങളുടെ സമ്മേളന ശരീരമായി കൊരിന്ത്യ ലേഖനത്തിൽ സഭയെ തിരിച്ചറിയുമ്പോൾ തലയാകുന്ന ക്രിസ്തുവിൻ്റെ ജീവദായകവും സംയോജിപ്പുണ്ടായിരിക്കുന്നതുമായ ശക്തിയാൽ ക്രിസ്തുവിനോട് സംയോജിക്കുന്നവരാണ് സഭാംഗങ്ങളെന്ന് എഫേസ്യ ലേഖനത്തിലെ ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. എഫേസ്യ ലേഖനം 4 അധ്യായം 7 മുതൽ 10 വരെ പറയുന്ന ക്രിസ്തുവിൻ്റെ ദാനങ്ങൾ എന്ന ഭാഗത്ത് ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറച്ച് കനാനിലേക്ക് വിജയത്തോടെ പ്രവേശിപ്പിച്ചതിനെ കുറിക്കുവാൻ 68-ാം സങ്കീർത്തനം 18-ാം വാക്യം ഉദ്ധരിക്കുന്നു. യഹൂദ റാബിമാരുടെ വ്യാഖ്യാനത്തിൽ മോശ മിസ്രൈമിൽ നിന്നും അടിമകളായിരുന്ന ഇസ്രായേലിനെ വിടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തി സീനായ് മലയിൽ കയറി ദൈവകൽപ്പനകൾ വാങ്ങി ഇറങ്ങി വന്ന് യഹൂദന്മാർക്ക് കൊടുത്തു എന്ന സങ്കീർത്തന ഭാഗം പറയുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യരെ ഇറങ്ങി വന്ന് രക്ഷിച്ച് ആരോഹണം ചെയ്ത ശേഷം സഭയിൽ ആത്മീക ശുശ്രൂഷ നൽവരങ്ങൾ ദാനമായി കൊടുക്കുന്നു എന്ന സത്യം ഈ സങ്കീർത്തന ഭാഗത്തെ അടിസ്ഥാനമാക്കി പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ ഈ തെരുവെഴുത്തിനെ കർത്താവ് അപ്പോസ്തലന് മനസ്സിലാക്കി കൊടുക്കുന്നു. പഴയ നിയമഭാഗങ്ങളെ പുതിയ നിയമത്തിൻ്റെ മുൻകുറിയും നിഴലും എന്ന നിലയിൽ ക്രിസ്തീയ സത്യങ്ങളുടെ വെളിപാടുകളായി വ്യാഖ്യാനിക്കുന്ന രീതിയാണ് യേശുവും അപ്പോസ്തലന്മാരും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അത് നമുക്ക് വെളിച്ചമായിരുന്നു. അവ ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.